Hi students, welcome back to our business studies class. In our last classes, we made a detailed discussion about business and its characteristics. And we also made a study about different types of economic activities, business, profession and employment. Now we know that business is the most important economic activity and our subject is business studies. So business is also important to us. Okay, we can move to our next topic, classification of business activities. We can classify business activities mainly as two, that is industry and commerce. The major classification of business activity is industry and commerce. First of all, business activities നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതെന്താണ്? ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നുമാണ്. ഇനി നമുക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് സബ് ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. കൊമേഴ്സിലും അതുപോലെയുള്ള ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് അതിന്റെ ചാർട്ട് ഒന്ന് നോക്കാം. നോക്കൂ, ബിസിനസിന്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. എന്താണത്? ഒന്ന് ഇൻഡസ്ട്രി ആണ്, മറ്റൊന്ന് കൊമേഴ്സ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ഈ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ കൊമേഴ്സിനും ഒരുപാട് സബ് ഡിവിഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഡസ്ട്രിയും ഇൻഡസ്ട്രിയുടെ സബ് ഡിവിഷൻസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഭാഗം മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൊമേഴ്സ് എന്ന് പറയുന്ന ഭാഗം അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരാം. ഇൻഡസ്ട്രിയെ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിട്ടറി ഇൻഡസ്ട്രി, അങ്ങനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? പ്രൈമറി, സെക്കൻഡറി, ടെറിട്ടറി. ഇതില് പ്രൈമറി ഇൻഡസ്ട്രീനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെയൊക്കെ? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി. ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രിയെയും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ദെൻ ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ തന്നെ നമ്മൾ വീണ്ടും നാലായി ഡിവൈഡ് ചെയ്യുന്നു. അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ്, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രീസ്, പ്രോസസിങ് ഇൻഡസ്ട്രീസ് ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ്. അപ്പൊ ഇൻഡസ്ട്രി തന്നെ ഒരുപാട് ഏരിയകൾ നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എവിടെയും ഉണ്ട്? കൊമേഴ്സിന്റെ കാര്യത്തിലും ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ഈ ചാർട്ട് നമുക്ക് ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപം തരുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാർട്ട് വെച്ച് ഓരോന്നോരോന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അത്രേ ആവശ്യമുള്ളൂ ഈ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോരോ സെക്ഷനിലേക്കായിട്ട് പോകാം. ആദ്യം നമുക്ക് പറയാനുള്ളത് ഇൻഡസ്ട്രീനെ പറ്റിയിട്ടാണ്. എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളത്? Industry refers to that part of business which is concerned with the production of goods and materials. എന്താണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? ഇൻഡസ്ട്രി is the business organization which are engaged in the production of goods and materials. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണോ ഗുഡ്സും മെറ്റീരിയൽസും പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇൻഡസ്ട്രി എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. An industry may be classified into primary industry, secondary industry and tertiary industry. Then types of industries. ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ മൂന്നെണ്ണം പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെറിട്ടറി ഇൻഡസ്ട്രി. ഇതോ ഈ ചാർട്ടിന്റെ ഈ ഭാഗങ്ങളൊന്നും മറന്നു പോകാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം എന്താണ് നോക്കേണ്ടത്? പ്രൈമറി ഇൻഡസ്ട്രി ആണ് അല്ലേ? അപ്പൊ പ്രൈമറി ഇൻഡസ്ട്രിയുടെ ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് അടുത്തതിലേക്ക് സെക്കൻഡറി ഇൻഡസ്ട്രിയിലേക്ക് വരാം. എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? This includes all those activities which are concerned with the extraction and production of natural resources and reproduction and development of living organisms, plants, etc. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി നമുക്കായിട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട് അല്ലേ? അതാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്.
അതിനെയെല്ലാം കണ്ടെത്തുക, അതൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അതും പ്രൈമറി ഇൻഡസ്ട്രിയിൽ പെടുന്നതാണ്. അതുകൂടാതെ ഇവിടെ നമ്മളായിട്ടല്ലാതെ ഏതോ ഒരു ശക്തി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ലിവിങ് ഓർഗാനിസം, കോഴി, താറാവ് അല്ലെങ്കിൽ പശു, ആട്, അങ്ങനെയുള്ള മറ്റു സാധനങ്ങൾ, അതുപോലെ പ്ലാന്റ്സ്, ചെടികൾ, ഇതിനെയെല്ലാം തന്നെ വീണ്ടും വീണ്ടും പുതിയതായിട്ട് നിർമ്മിക്കുക, then അതിനെ ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളതാണ് എന്ത് പ്രൈമറി ഇൻഡസ്ട്രി. അതായത് നമുക്ക് ഈ ഭൂമിയിൽ അവൈലബിൾ ആയ റിസോഴ്സസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഡസ്ട്രി മുന്നിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിക്ക് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഫിഷ്. നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് അല്ലേ മത്സ്യം എന്ന് പറയുന്നത്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? മത്സ്യം മറ്റേ വളർത്തി അങ്ങനെ എടുക്കുന്നവരുണ്ട്. മെയിനായിട്ട് നമ്മൾ മത്സ്യം കിട്ടുന്നത് എവിടെ നിന്നാണ്? കടലിൽ നിന്നാണ്. കടലിൽ ആരെങ്കിലും കൊണ്ടിട്ടിട്ടാണോ മത്സ്യം ഉണ്ടാവുന്നത്? അല്ല. അതാ എങ്ങനെയാണ് അത്? അതൊരു നാച്ചുറൽ റിസോഴ്സ് ആണ് അല്ലേ? നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണത്. അവിടെ നിന്ന് നമ്മളത് കൊണ്ടുവരുന്നു, ദെൻ പുറത്ത് കൊണ്ടുവന്ന് അതിനൊരു വില പറഞ്ഞ് നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഇൻഡസ്ട്രിയാണ്. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ പറയുന്ന പേരാണിത് പ്രൈമറി ഇൻഡസ്ട്രി. അതിൽ എന്തൊക്കെ പെടും? ഈ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ കണ്ടെത്തി എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നതും പെടും. അതുപോലെ നമ്മളായിട്ട് ഒരു ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് പുതിയതിനെ ഡെവലപ്പ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസും പെടും. ഇതിനെല്ലാം കൂടി ചേർത്ത് പറയുന്ന വാക്കാണ് പ്രൈമറി ഇൻഡസ്ട്രീസ്. ഇവിടെ നമുക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. നാച്ചുറലുള്ള സാധനങ്ങളെ എടുക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സാധനത്തിൽ നിന്ന് പുതിയത് ഉണ്ടാക്കുക. ഇതാണ് പ്രൈമറി ഇൻഡസ്ട്രിയിൽ പെടുന്നത്. ദെൻ പ്രൈമറി ഇൻഡസ്ട്രീനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജെനറ്റിക് ഇൻഡസ്ട്രി എന്ന്. അതായത് നമ്മൾ നാച്ചുറൽ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നതും ജീവനുള്ള സാധനങ്ങളെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും ഡെവലപ്പ് ചെയ്യും ഒക്കെ ചെയ്യുന്നതും എല്ലാം ചേർത്ത് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് തന്നെ അറിയാം, ഇതിൽ രണ്ട് കാറ്റഗറി വരുന്നുണ്ട്. ഒന്ന് നാച്ചുറൽ റിസോഴ്സ് നേരിട്ട് എടുക്കുന്നത്, പിന്നെ ഒന്ന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് രണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിന് നമ്മൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും മറ്റൊന്നിന് എന്ത് പേര് വിളിക്കുന്നു? ജെനറ്റിക് ഇൻഡസ്ട്രി എന്നുമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം നോക്കാനുള്ളത് ആരെയാണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീനെയാണ്. നോക്കൂ, എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? They are engaged in the extraction or collection of useful materials from natural sources, അതായത് earth and sea. Then എന്താണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ കടലിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഓൾറെഡി നമുക്കൊരു പങ്കുമില്ലാതെ നേച്ചർ നമുക്കായിട്ട് ഉണ്ടാക്കി തരുന്ന മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കുഴിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെയാണ് എന്ത് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. എന്താണ്? ഇൻഡസ്ട്രീസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദി എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. The product of these industries are either directly consumed or used as raw materials by other industries. അതായത് എന്താ പറയുന്നത്? ഈ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഈ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ മത്സ്യത്തിന്റെ കാര്യം പറഞ്ഞു. ഫിഷ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഡയറക്റ്റ് ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ കുഴിച്ച് കിട്ടുന്നതാണ് എന്ത്? ക്രൂഡ് ഓയിൽ, കൽക്കരി പോലുള്ള സാധനങ്ങൾ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ ഈ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നത് ഒന്നുകിൽ എന്ത് ചെയ്യാം? ഏതർ ഡയറക്ട്ലി കൺസ്യൂംഡ്, നമുക്ക് അതൊന്നുകിൽ നേരിട്ട് ഉപയോഗിക്കാം, ഓർ യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം, മറ്റ് ഇൻഡസ്ട്രീസിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം. It extracts timber from forest, fish from sea, coal and iron are from soil. എന്താ പറഞ്ഞിരിക്കുന്നത്? ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? തടിയാണ് അല്ലെ? തടി എവിടെ നിന്ന് കിട്ടുന്നു? ഫോറസ്റ്റിൽ നിന്ന്, കാടുകളിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു. കാട്ടിൽ ആരെങ്കിലും തടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായതാണ് അത്രയും വലിയ കാട്? അല്ല, അവിടെ കാട് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ആ തടി നമ്മൾ വെട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം. വീട്ടില് ജനലിനും വാതിലിനും ഒക്കെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മലയാളികൾക്ക് എല്ലാത്തിനും തടി വേണം അല്ലെ? അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളത്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് ഈ ടിമ്പർ നമ്മൾ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫോറസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് അത് എന്താണ്? ഒരു എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയാണ്. ദെൻ ഫിഷ് ഫ്രം സീ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കടലിൽ ആരും മീനിനെ കൊണ്ടിട്ട് വളർത്തിയിട്ടല്ല കടലിൽ നിന്ന് നമുക്ക് മീനിനെ കിട്ടുന്നത്. അത് നമുക്ക് എന്താണ്? നേച്ചുറലായിട്ട് കടലിലുള്ള ജീവികളാണത്. അതിന് നമ്മൾ അവിടുന്ന് വലിച്ചു പിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? കോൾ ആൻഡ് അയൺ ആർ ഫ്രം സോയിൽ.
എന്താണ് കൽക്കരി, അതുപോലെ എന്താണ് ഈ പറഞ്ഞ അയൺ, ഇരുമ്പ് പോലുള്ള സാധനങ്ങൾ മണ്ണിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്നതാണ്. ആരും കൊണ്ടുവന്ന് കുഴിച്ചിട്ടതല്ല. ഓൾറെഡി അതിന്റെ ഡെപ്പോസിറ്റ് നമ്മുടെ മണ്ണിലുള്ള ഏരിയകളുണ്ട്. അത് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നത് കുഴിച്ചെടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇവിടെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ എന്താണ്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആണ്. ഓക്കെ, എക്സാമ്പിൾസ് എന്താ കൊടുത്തിരിക്കുന്നത്? മൈനിങ്. മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുഴിച്ചെടുക്കുക. ഫിഷിംഗ്, മീൻ പിടിക്കുക. അഗ്രികൾച്ചർ, ഈ കൃഷിപ്പണി കാര്യങ്ങൾ. ക്വാറി, നമ്മൾ ഈ കല്ലും ഒക്കെ നമുക്കറിയാലോ, ക്വാറികളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വെട്ടി അല്ലെങ്കിൽ പൊട്ടിച്ച് കൊണ്ടുവരുന്നത്. നമുക്ക് വീട് പണിയാനോ അങ്ങനെയുള്ള എന്ത് കൺസ്ട്രക്ഷൻ ആവശ്യത്തിനും ഈ കല്ലൊക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്ത കല്ലൊന്നും അല്ല. ഓൾറെഡി ഇവിടെ നമ്മുടെ നേച്ചറിലുള്ള ആ റിസോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് പറയാം? The industries which are engaged in the extraction of natural resources. നാച്ചുറൽ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷൻസിനെ നമ്മൾ എന്ത് ഇൻഡസ്ട്രീസ് എന്നാണ് വിളിക്കുന്നത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്നാണ് പറയുന്നത്. ഈ നാച്ചുറൽ റിസോഴ്സ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നായിരിക്കാം? ഒന്നുകിൽ ഭൂമിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ കടലിൽ നിന്നായിരിക്കാം. ക്ലിയർ ആയോ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്താണെന്ന്? അപ്പൊ നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയിലേക്ക് പോവാം. അതെന്താണ്? ജനറ്റിക് ഇൻഡസ്ട്രി. These industries are engaged in breeding plants and animals for their use in further reproduction with the aim of earning profit. ഈ ഇൻഡസ്ട്രീസ് എന്താണ് പറയുന്നത്? ബ്രീഡിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമ്മൾ ചെടികളെ നട്ട് വളർത്തി, നഴ്സറികൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചെടിയുടെയൊക്കെ മണ്ണത്തി ഭാഗത്തൊക്കെ ഒരുപാട് എണ്ണം ഉണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്? ചെടികൾ, ചെറിയ ചെടികളിൽ നിന്ന് വീണ്ടും വീണ്ടും വളർത്തി ഉണ്ടാക്കി ഒരുപാട് ചെടികളായി അതിനെ എന്ത് ചെയ്യുന്നു? വിൽക്കുക, വാങ്ങുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രീഡിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇതേപോലെ തന്നെ കോഴി വളർത്തൽ ഫാമുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ പശു വളർത്തുക, അതുപോലെ പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മൾ എന്താ പറയുന്നത്? ജെനറ്റിക് ഇൻഡസ്ട്രിയാണ്. ജീവനുള്ള പ്ലാന്റ്സിനും നമ്മൾ എന്താ പറയുന്നത്? ജീവനുണ്ടെന്ന്. അപ്പോൾ ഈ ജീവനുള്ള വസ്തുക്കളും അതുപോലെ ആനിമൽസും പ്ലാന്റ്സും എല്ലാം തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുക, ദെൻ അതിൽ നിന്ന് എന്ത് ഏൺ ചെയ്യുക? പ്രോഫിറ്റ് ഏൺ ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ജെനറ്റിക് ഇൻഡസ്ട്രി എന്നുള്ളത്. അപ്പൊ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഉള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു നേച്ചറിൽ നിന്ന്. അതേസമയം ജെനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഉള്ളതിനെ വീണ്ടും വീണ്ടും നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അത് വിറ്റ് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. ഇത് രണ്ടും, ഇതിലിപ്പോ ഫസ്റ്റ് കോഴി അല്ലെങ്കിൽ ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷൻ അല്ല. ഇതും ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? നേച്ചറിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് ഇതും ഏത് കാറ്റഗറിയിലാണ് പെടുത്തുക? നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന്റെ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ദി ഇൻഡസ്ട്രീസ് വിച്ച് ആർ യൂസ്ഡ് നാച്ചുറൽ റിസോഴ്സസ്. ദെൻ അതുകൊണ്ട് ഇതിനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നു? പ്രൈമറി ഇൻഡസ്ട്രി എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നു. അപ്പൊ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് പ്രൈമറി ഇൻഡസ്ട്രി. അതെങ്ങനെയായിരിക്കാം? ഒന്നുകിൽ എക്സ്ട്രാക്ടിങ് നാച്ചുറൽ റിസോഴ്സസ് ആയിരിക്കാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ബ്രീഡിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫോർ ഏർണിംഗ് പ്രോഫിറ്റ്. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ജെനറ്റിക് ഇൻഡസ്ട്രീസ്. അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? പ്ലാന്റ് നഴ്സറി, അതായത് ഈ ചെടികളുടെ നഴ്സറികൾ. ദെൻ അതുപോലെ പോൾട്രി ഫാമിംഗ്, കോഴി വളർത്തൽ. കാറ്റിൽ ബ്രീഡിംഗ്, പശു വളർത്തൽ. ഇതൊക്കെ ജെനറ്റിക് ഇൻഡസ്ട്രീസിന്റെ ഭാഗമാണ്. ഇത്രയുമാണ് ആരെ പറ്റി പറയാനുള്ളത്? പ്രൈമറി ഇൻഡസ്ട്രിയെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മൾ തുടങ്ങിയത് എവിടുന്നാണ്? ബിസിനസ്. അതിന്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അതിൽ ഇൻഡസ്ട്രിയുടെ ഭാഗം മാത്രം എടുത്ത് ഇൻഡസ്ട്രിക്ക് മൂന്നായിട്ടുള്ള ഡിവിഷൻ കൊടുത്തു. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിട്ടറി ഇൻഡസ്ട്രി. ദെൻ പ്രൈമറി ഇൻഡസ്ട്രിയെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജെനറ്റിക് ഇൻഡസ്ട്രി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത സെക്ഷൻ ഒന്നും കൂടി നോക്കാം. ഇൻഡസ്ട്രിയുടെ മൂന്ന് ഡീവിയേഷൻസ് ഏതാണ്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി. അപ്പൊ ഇതിൽ പ്രൈമറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം ഏതായിരിക്കും പറയാനുണ്ടാവുക? സെക്കൻഡറി ഇൻഡസ്ട്രിയാണ് പറയാനുള്ളത് അല്ലേ? അപ്പൊ സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. They are concerned with using materials which have already been extracted at the primary stage. These industries engaged in the process of manufacturing goods or constructing, building roads, etc. എന്താണ് പറഞ്ഞിട്ടുള്ളത്?
ഈ പ്രൈമറി ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ പ്രൈമറി സ്റ്റേജിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്, അത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതായത് ദി പ്രോഡക്റ്റ് വിച്ച് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം നേച്ചർ ഈസ് കൺസിഡേർഡ് ആസ് എ റോ മെറ്റീരിയൽ ഫോർ ദീസ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. പ്രൈമറി സ്റ്റേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ ഇവിടെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ ഒരു റോ മെറ്റീരിയൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദാറ്റ് റോ മെറ്റീരിയൽസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ആണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. അപ്പൊ നമുക്ക് സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ടേംസിൽ എങ്ങനെ പറയാൻ പറ്റും? വിച്ച് ആർ യൂസിങ് റോ മെറ്റീരിയൽസ് ഫ്രം ദി പ്രൈമറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ടും ഇവർ എൻഗേജ് ചെയ്യുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്? ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുക, പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ കൺസ്ട്രക്ട് ചെയ്യുക, ബിൽഡിങ്ങും റോഡ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുക. ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ പെടുന്നത്, സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ പെടുന്നത്. നമുക്കറിയാം, ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ പലപ്പോഴും നമുക്ക് എന്ത് വേണ്ടി വരും? അതിന്റെ കുറെ റോ മെറ്റീരിയൽസ് വേണ്ടി വരും. ഈ റോ മെറ്റീരിയൽസ് എവിടെ നിന്നാവും കിട്ടുന്നുണ്ടാവുക? പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന്. കാരണം അതെന്താണ്? നേച്ചുറൽ റിസോഴ്സ് ആയിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പുതിയ ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ദെൻ അവിടെ നിന്ന് അതിനെ എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ ഈ നേച്ചറിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ഷൻസ് നടത്തുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്വാറിയിങ് ഒരു പ്രൈമറി ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയാണ്. ആ ക്വാറിയിൽ നിന്ന് കിട്ടുന്ന കല്ലും സാധനങ്ങളും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാലങ്ങൾ പണിയുന്നു, വീടുകൾ പണിയുന്നു, ബിൽഡിങ്ങുകൾ പണിയുന്നു ഒക്കെ അല്ലേ? അപ്പൊ അതെന്താണ്? അവിടെ റോ മെറ്റീരിയൽ ആണ് കല്ല്. ദെൻ ആ റോ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻസ് എല്ലാം തന്നെ നടത്തുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഹിയർ ദി materials given from the primary industry is considered as raw material for secondary industries. Then they are converting these raw materials into finished product. അത് പലതരത്തിലാവാം. ഒന്നുകിൽ പുതിയ ഗുഡ്സ് ആയിട്ടാവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ളതായിരിക്കാം. ദെൻ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീൽ നിർമ്മാണം. അതിനുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? നേച്ചുറൽ റിസോഴ്സിൽ നിന്നാണ്. അത് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ്, മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത് കിട്ടുന്നതാണ്. അപ്പൊ ആ കുഴിച്ചെടുക്കുന്ന ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് എന്താണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ഓയിൽ റിഫൈനറി, ആരെങ്കിലും ഓയിൽ കൊണ്ടുപോയി ഭൂമിയിൽ ആദ്യം കുഴിച്ചിട്ടിട്ടാണോ നമുക്ക് ഓയിൽ കിട്ടുന്നത്? അല്ല. ആ ക്രൂഡ് ഓയിൽ നമുക്ക് കിട്ടുന്നത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ വഴിയാണ് അല്ലെ? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് ക്രൂഡ് ഓയിലിന്റെ ഖനനത്തിനാണ്. അത് ഭൂമിയുടെ അടിയിൽ നിന്ന് അതിലുള്ള ഭാഗങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മിടുക്ക്. അത് കണ്ടുപിടിച്ച് അത് അവിടെ നിന്ന് ഖനനം ചെയ്ത് പുറത്തെത്തിക്കുന്നു. എന്നിട്ട് അതിനെ എന്താക്കി മാറ്റുന്നു? നമുക്ക് ആവശ്യമുള്ള ഫോമിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നു. അത് നടത്തുന്ന ഫാക്ടറികൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഓയിൽ റിഫൈനറി. ദെൻ അവിടെ വെച്ചിട്ട് ഈ ക്രൂഡ് ഓയിൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ എന്താണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഒരു സാധനം പുതിയ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിടെയാണ് വരുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രിക്ക് വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നും. നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രിക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. എന്തായിരുന്നു? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും ജനറ്റിക് ഇൻഡസ്ട്രി എന്നും. ഇവിടെ സെക്കൻഡറി ഇൻഡസ്ട്രിക്കും രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അപ്പൊ നമുക്കിതിൽ ആദ്യത്തെ ഇൻഡസ്ട്രിയാണ് നോക്കേണ്ടത്. എന്താണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. These industries engage with the conversion of raw materials into finished goods. They change the form of goods, that is raw materials, into finished goods and thus create form utility. They produce consumer goods, industrial goods and capital goods. നമ്മൾ ഈ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? They convert raw materials into finished goods. Manufacturing industry എന്ന് പറഞ്ഞാൽ ഇതാണ്, converting raw materials to finished goods. ഇവര് എന്ത് ചെയ്യുന്നു? ഇവര് റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുമ്പോഴാണ് നമുക്ക് എന്താകുന്നത്? ഫോം ഓഫ് യൂട്ടിലിറ്റി, അതായത് എന്താണ്? നമുക്കത് ഉപയോഗപ്രദമായിട്ട് മാറുന്നത്. കുറെ ക്രൂഡ് ഓയിൽ നമ്മുടെ കയ്യിൽ ഇരുന്നത് കൊണ്ട് നമുക്കത് യാതൊരു യൂസും ഉണ്ടാവില്ല. അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത് പെട്രോൾ ആവണം, അല്ലെങ്കിൽ അത് ഡീസൽ ആവണം, അല്ലെങ്കിൽ അത് ഡൊമസ്റ്റിക് LPG ആവണം, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിലുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. എന്നാലേ നമുക്കത് യൂസ് ഉള്ളൂ.
നമ്മൾ പോയിട്ട് പമ്പിൽ നിന്ന് പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ആണ് അടിക്കാറ്, അല്ലാതെ ക്രൂഡ് ഓയിലാണോ അടിച്ചു വരാറ്? അതേപോലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഗ്യാസ് കുറ്റിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് അതിൽ നിറച്ചിരിക്കുന്നത്, അല്ലാതെ എന്തല്ല, ക്രൂഡ് ഓയിൽ നേരിട്ടല്ല. അപ്പൊ ക്രൂഡ് ഓയിൽ കയ്യിൽ വെച്ചാൽ നമുക്കത് കൈ പിടിച്ച് നിൽക്കാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ദെൻ ആ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന റോ മെറ്റീരിയലിനെ കൺവേർട്ടിങ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, പല പല ഗുഡ്സ് ആക്കിയിട്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റുന്നു, നമുക്ക് ഉപയോഗിക്കാൻ തരത്തിലുള്ള ഗുഡ്സ് ആക്കിയിട്ട് മാറ്റുന്നു. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെ പറയുന്ന പേരാണെന്ത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്നുള്ളത്. ഇവിടെ നോക്കി, ഇത് കോട്ടൺ ചെടിയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കോട്ടൺ ചെടിയിൽ നിന്ന് കിട്ടുന്ന ആ കായയിൽ നിന്നുള്ള പഞ്ഞി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതുണ്ടാക്കുന്നത്? ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഏതുണ്ടാക്കുന്നത്? ആ കോട്ടൺ വസ്ത്രങ്ങൾ, അത് മുണ്ടാവാം, സാരിയാവാം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഈ കോട്ടൺ ചെടിയുമേ പരുത്തി ചെടിയുമേ ഈ സാധനം നിന്നാലൊന്നും ഇത് അങ്ങനെയൊന്നും എന്തായിട്ട് മാറില്ല, വസ്ത്രമായിട്ട് മാറില്ല. നമ്മൾ അത് കൊണ്ടുവന്നതിനെ പ്രോസസ്സ് ചെയ്ത് നൂലാക്കി മാറ്റി, then ആ നൂല് ഉപയോഗിച്ച് നെയ്താൽ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? അത് വസ്ത്രങ്ങളായിട്ട് മാറുള്ളൂ. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ആ കോട്ടൺ എന്ന് പറയുന്ന ആ ഒരു പഞ്ഞി എന്ന് പറയുന്ന റോ മെറ്റീരിയലിനെ അത് തരുന്നത് ആരാണ്? നേച്ചറാണ്, നമ്മളല്ല, അല്ലെ? നേച്ചുറൽ ഉണ്ടാകുന്ന സാധനമാണത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ആ റോ മെറ്റീരിയലിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കൺവേർട്ടഡ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നു. ഈ ഫോമിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് കോട്ടൺ ചെടിയിൽ നിന്ന് കുറെ പഞ്ഞി പറിച്ചെടുത്തിട്ട് നമുക്കത് വസ്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? ഇറ്റ് ക്രിയേറ്റ് ഫോം യൂട്ടിലിറ്റി, നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റുന്നു എന്നുള്ളത്. ഇത് പലതരത്തിലുള്ള ഗുഡ്സ് ആക്കി മാറ്റുന്നുണ്ട്. കൺസ്യൂമർ ഗുഡ്സ്, കൺസ്യൂമേഴ്സിന് യൂസ് ചെയ്യുന്നത്, നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്താണ് കേട്ടോ. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നേരിട്ട് കൺസ്യൂമേഴ്സിന് ഉപയോഗിക്കുന്ന തരം ഗുഡ്സ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന തരം ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് മെഷീനറി പോലെയുള്ള വലിയ വലിയ ഗുഡ്സ് ആക്കിയിട്ട് മാറ്റുന്നു. ഇതിനെല്ലാം ആവശ്യമാണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആവശ്യമാണ്. നോക്കിയൊക്കെ അവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കോട്ടൺ ഇൻറ്റു ടെക്സ്റ്റൈൽസ്, ടിമ്പർ ഇൻറ്റു ഫർണിച്ചർ. ടിമ്പർ വീട്ടിൽ കുറെ വലിയ മരം കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ജനലും അതിലാവൂ? ഇല്ല. അതിന് നമ്മൾ എന്താക്കി മാറ്റുന്നു? ഫർണിച്ചർ ആക്കി മാറ്റുന്നു. അവരും ചെയ്യുന്നത് എന്താണ്? മാനുഫാക്ചറിങ് ആണ്, അല്ലെ? ടിമ്പർ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ. പക്ഷേ ഈ ടിമ്പർ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫോറസ്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാണ്. അതുകൊണ്ട് ആ ടിമ്പർ എന്ന് പറയുന്നത് എന്തിന്റെ പ്രോഡക്റ്റ് ആണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റ് ആണ്. പക്ഷെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലെ ടിമ്പർ ഒരു റോ മെറ്റീരിയൽ ആണ്. Then we are converting it into finished products like doors, windows, furniture, etc. Okay അല്ലേ? എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നുള്ളത്? Then on the basis of method of operation used for production, we classify manufacturing industries into 4 categories. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു already, which are engaged in the activity of production or converting raw materials to finished product. That type of industries are known as manufacturing industries. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷൻസ് ആണോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആണോ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഓപ്പറേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പക്ഷെ അത് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ആ മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻസ്, അതിൽ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡ്സിനനുസരിച്ചിട്ട് നമുക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ വീണ്ടും എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ 2 ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഒന്ന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അടുത്തത് എന്താണ്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. പക്ഷെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്ത്? നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് മെത്തേഡ്സ് അനുസരിച്ചിട്ട് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ നമുക്ക് വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ്, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രീസ്, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ എന്താണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. എന്താണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി? വിച്ച് അനലൈസസ് ഇൻ സെപ്പറേറ്റ് ഡിഫറെന്റ് എലമെന്റ്സ് ഫ്രം ദി സെയിം മെറ്റീരിയൽ. ഒരൊറ്റ സാധനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരൊറ്റ റോ മെറ്റീരിയലിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തരംതിരിച്ചെടുക്കുന്നു. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ്. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്, സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെ പറയുന്ന പേരാണെന്ത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? ഓയിൽ റിഫൈനറി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
ഇതിപ്പോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്രൂഡ് ഓയിൽ ആണെങ്കിൽ അതിന്റെ ഓരോ പെർസെൻറ്റേജ് വൈസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പരിചയമുള്ളത് ഡീസൽ ഉണ്ട്, അതുപോലെ പെട്രോൾ ഉണ്ടാവും, ദെൻ അതുപോലെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഉണ്ട്, മാക്സിമം നമുക്ക് ജെറ്റ് ഫ്യൂവൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട് അതിനെ മാറ്റിയെടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് മൊത്തം ക്രൂഡ് ഓയിൽ അങ്ങനെ തന്നെ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഇല്ല. ഒരു ക്രൂഡ് ഓയിലിൽ നിന്ന് തന്നെ പല 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 കാര്യങ്ങളായിട്ട് അതിനെ മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിംഗിൾ എലമെന്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഡിഫറെന്റ് സെപ്പറേറ്റ് പാർട്സ്, ദാറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആർ നോൺ ആസ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ പറയുന്ന പേരാണ് എന്ത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, which combines various ingredients into a new product. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഒരു പല മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി മാറ്റുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താണ് അവിടെ? കോള്, ലൈംസ്റ്റോൺ, ജിപ്സം. അതായത് എന്താണ് ഈ ലൈംസ്റ്റോണും അതുപോലെ കൽക്കരി, അങ്ങനെയുള്ള ജിപ്സം എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ് കേട്ടോ. സൾഫേറ്റ് മിനറൽസ് ആണ് ശരിക്കും ജിപ്സം എന്ന് പറയുന്നത്. അത് കാൽഷ്യം സൾഫേറ്റ് ആണ് ജിപ്സം. ഫെർട്ടിലൈസർ ആണ്, അതായത് ഇതിനൊക്കെ ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇതെല്ലാം കൂടി ചേർത്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് അത്ര സിമെന്റ്. അപ്പൊ ഇവിടെ സിമെന്റ് എന്ന് പറയുന്ന ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? അപ്പൊ സിമെന്റ് മേക്കിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രിക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. which combines various ingredients into a new product. അപ്പോൾ നമ്മൾ അനലിറ്റിക്കലിൽ എന്താ പറഞ്ഞത്? which convert one element into different separate parts. ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആക്കിയിട്ട് മാറ്റുന്നതാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. ബട്ട് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കമ്പൈൻസ് വേരിയസ് എലമെന്റ്സ് ഇൻ ടു വൺ സിംഗിൾ പ്രോഡക്റ്റ്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പല പ്രോഡക്ട്സ്, പല ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. അത്തരത്തിലുള്ള ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണ് എന്ത്? പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. It involves successive stages for manufacturing finished product. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സ്റ്റേജസ്, ഓരോ സ്റ്റേജിലും നമുക്ക് ചിലപ്പോൾ എന്ത് കിട്ടും? ഓരോ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കിട്ടും. ദെൻ അത് യൂസ് ചെയ്ത് അടുത്തത് ഉണ്ടാക്കുന്നു, അത് യൂസ് ചെയ്ത് അടുത്തത് ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിച്ച് ഇൻഡസ്ട്രീസ് എൻഗേജ് ഇൻ ദി ആക്ടിവിറ്റീസ് ഓർ which are combining various processes for making a final product, it is known as processing industry. ഈ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പ്രോസസ്സസ് ഉള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ, ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഒരുപാട് സ്റ്റേജിൽ കൂടി കടന്നു പോകണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെ പറയുന്ന പേരാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഷുഗർ മേക്കിംഗ് ആണ്. നമുക്കറിയാം അല്ലെ ഷുഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. പഞ്ചസാര കരിമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. കരിമ്പ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആണ്. കരിമ്പ് നമ്മൾ നട്ടുപിടിപ്പിക്കണതൊന്നുമല്ല, കരിമ്പ് നമുക്ക് നേച്ചർ തരുന്നതാണ്. ആ കരിമ്പ് വെട്ടിക്കൊണ്ടുവന്ന് അതിന്റെ നീരെടുക്കുന്നു, കരിമ്പ് ജ്യൂസ് ഫൈനൽ പ്രോഡക്റ്റ് ആണ്. then ആ കരിമ്പ് ജ്യൂസ് നമ്മൾ തിളപ്പിച്ച് അതിൻ്റെതായ രീതിയിലേക്കൊക്കെ മാറ്റിയിട്ട് അതിൽ നിന്ന് ശർക്കര പോലെ മധുരമുള്ള ഇതാക്കിയിട്ട് അതിനെ മാറ്റിയെടുക്കുന്നു. then ആ ശർക്കര അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ മധുരമുള്ള പ്രോഡക്റ്റ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ്. അതും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. then അതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും റിഫൈൻ ചെയ്ത് അതിൽ കുറച്ച് കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് അതിനെ ഒന്ന് ബ്ലീച്ച് ചെയ്ത് എന്ത് രൂപത്തിലേക്ക് മാറ്റുന്നു? വൈറ്റ് ക്രിസ്റ്റൽസ് ആക്കിയിട്ട് മാറ്റുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത്. ഷുഗർ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ്. then ആ ഷുഗർ നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം? മിഠായി ഉണ്ടാക്കാനോ, കോള ഉണ്ടാക്കാനോ, പായസം ഉണ്ടാക്കാനോ എന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ കിട്ടുന്നതെല്ലാം ഓരോരോ ഫൈനൽ പ്രോഡക്റ്റുകളാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നു. ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. then ഇതിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് എന്ത്? പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഒന്ന് ഷുഗർ, പിന്നെ പേപ്പർ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ടിമ്പർ, തടി യൂസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? പേപ്പർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ പ്രോസസ്സ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ എന്തൊക്കെയാണ് എന്നുള്ളത്. then next type of manufacturing industry is assembling industry, which assembles different component part to make a new product. ഇവിടെ എന്താ ചെയ്യുന്നത്? പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് കോമ്പോണൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് എലിമെന്റ്സ്, ഒരു ഒറ്റ പ്രോഡക്റ്റിന്റെ പലവിധ
കാര്യങ്ങൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് എന്ത്? അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അസംബ്ലിംഗ് ഇൻഡസ്ട്രിയും സിന്തറ്റിക് ഇൻഡസ്ട്രിയും തമ്മിൽ മാറിപ്പോവാൻ പാടില്ല. രണ്ടിലും എന്താണ് നടക്കുന്നത്? കമ്പൈനിങ് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ സിന്തറ്റിക് ഇൻഡസ്ട്രീസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിഫറെൻറ്റ് റോ മെറ്റീരിയൽസ് ആണ് കമ്പൈൻ ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നത്? ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നത്. ഇവിടെ റോ മെറ്റീരിയൽസ് ആണ്, പക്ഷെ ഒരു ഫൈനൽ പ്രോഡക്റ്റിന്റെ വേറെ വേറെ പാർട്ടുകൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് യോജിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീനെ പറയുന്ന പേരാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത്. അതിന് എക്സാമ്പിൾ ആണ് ചിലപ്പോൾ കാറോ അല്ലെങ്കിൽ ടിവിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്, മൊബൈൽ ഫോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളതിന്റെ എല്ലാ എലിമെന്റ്സും ഒറ്റ സ്ഥലത്തല്ല ഉണ്ടാക്കുക. അതിന്റെ കേസ് ഒരു സ്ഥലത്താവും, അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മറ്റു സാധനങ്ങൾ ഒരു സ്ഥലത്താവും. ഇപ്പോൾ മൊബൈലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ബാറ്ററി വേറൊരു സ്ഥലത്താവും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിൽ വെച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരുമിച്ച് ചേർക്കുന്ന പണി മാത്രം ഒറ്റ ഫാക്ടറിയിൽ വെച്ച് ചെയ്യുന്നു. എങ്കിൽ അവർ ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണെന്ത്? അസംബ്ലിംഗ് ഇൻഡസ്ട്രി. മനസ്സിലായോ? കാറ്, ടി വി, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പല സാധനങ്ങളും പുറത്ത് പല പല ഏരിയകളിൽ പല പല രാജ്യങ്ങളിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അതെല്ലാം കളക്ട് ചെയ്ത് ഒറ്റ പ്രോഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നു. ദെൻ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെ പറയുന്ന പേരാണെന്ത്? അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ്. ഇപ്പം നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ 4 ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു അത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അസംബ്ലിംഗ് ഇൻഡസ്ട്രി. 4 മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് കഴിഞ്ഞോ സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ നോക്കാൻ? കഴിഞ്ഞോ എന്നുള്ളത്? കഴിഞ്ഞിട്ടില്ല അല്ലെ? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പറയാനുണ്ട്. അപ്പൊ നമുക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്താണെന്നുള്ളതൊന്ന് നോക്കാം. These industries are involved in the construction of buildings, dams, bridges, roads, as well as tunnels and canals. എന്താ പറയുന്നത്? കൺസ്ട്രക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രീസ്. ദി ഇൻഡസ്ട്രീസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് എനിത്തിങ് ദാറ്റ്സ് നോൺ ആസ് കൺസ്ട്രക്റ്റീവ് ഇൻഡസ്ട്രി. ആ എനിത്തിങ് എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ത്? ബിൽഡിംഗ് ആവാം, ഡാം ആവാം, ബ്രിഡ്ജ് പാലങ്ങളാവാം, റോഡുകളാവാം, ടണലോ കനാലോ എന്ത് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിലും അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ആണ് എന്ത്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. They use the product of manufacturing industries and extractive industry. ഇത് ഏതിൻ്റെയൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ നിന്നുള്ളത് ഉപയോഗിക്കുന്നുണ്ട്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൽ നിന്നുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സിമെന്റ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ കൺസ്ട്രക്ഷൻ. സിമെന്റ് നമ്മൾ എവിടെയാണ് കണ്ടത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലാണ് കണ്ടത് അല്ലേ? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലെ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മൾ സിമെന്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റ് ആണ് സിമെന്റ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പാറ അല്ലെങ്കിൽ കല്ല്, കരിങ്കല്ല് ഉപയോഗിക്കുന്നുണ്ട്. കരിങ്കല്ല് നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? ക്വാറികളിൽ നിന്നാണ് കിട്ടുന്നത്. ക്വാറിയിങ് എന്നുള്ളത് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികളിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് എനിത്തിങ് ആൻഡ് വിച്ച് യൂസസ് ദി പ്രോഡക്ട്സ് ഫ്രം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ആണ് എന്ത് പറയുന്നത്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് എക്സാമ്പിളിന്റെ ഒന്നും ആവശ്യമില്ല. കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ബ്രിഡ്ജസ് ആൻഡ് റോഡ്സ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മളിപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി പറഞ്ഞു. പ്രൈമറി ഇൻഡസ്ട്രിയുടെ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, എക്സ്ട്രാക്റ്റീവും ജെനറ്റിക്കും അല്ലെ? ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രി പറഞ്ഞു. സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ദെൻ മാനുഫാക്ചറിങ്ങിനെ വീണ്ടും നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ 4 ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ഓൾറെഡി കുറച്ച് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് അടുത്തത് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നോക്കാം. എന്താണ് പറയാനുള്ളത്? ടെറിട്ടറി ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ടെറിട്ടറി ഇൻഡസ്ട്രീസിന് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? വലിയ ക്ലാസിഫിക്കേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് എന്താണ് ടെറിട്ടറി ഇൻഡസ്ട്രി എന്ന് നമുക്കൊന്ന് നോക്കാം. They are providing support service to primary and secondary industries and it form part of commerce. ഇവിടെ എന്താ പറയുന്നത്? പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും സപ്പോർട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രീസ്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രീസിന് പറയുന്ന പേരാണ് ടെറിട്ടറി ഇൻഡസ്ട്രീസ്. മാത്രമല്ല ടെറിട്ടറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കൊമേഴ്സിന്റെ ഒരു ഭാഗം കൂടിയാണ്. നമ്മൾ ഫസ്റ്റ് ചാർട്ട് ഡിവൈഡ് ചെയ്തത് എങ്ങനെയായിരുന്നു?
ബിസിനസ്സിനെ ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അതിൽ ഈ കൊമേഴ്സിന്റെ ഒരു ഭാഗമാണ് ആര്, ടെറിട്ടറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ടെറിട്ടറി ഇൻഡസ്ട്രി ഉണ്ടെങ്കിലേ ഏത് ഇൻഡസ്ട്രി ഒക്കെ നടക്കുള്ളൂ, പ്രൈമറി ഇൻഡസ്ട്രിയും സെക്കൻഡറി ഇൻഡസ്ട്രിയും ഒക്കെ നടക്കുള്ളൂ. അതൊരു ഓക്സിലറീസ് ആണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതിന് ക്ലാസിഫിക്കേഷൻ പറയാഞ്ഞത്. നേരെ മറിച്ച് കൊമേഴ്സിന്റെ ഭാഗത്ത് അതിനുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ്, അഡ്വർടൈസിങ്, ഇതൊക്കെ ഏതിലും പെടുത്താം, ടെറിട്ടറി ഇൻഡസ്ട്രിയുടെ കാര്യത്തിലും നമുക്ക് പറയാം. ടെറിട്ടറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടി ചേർന്നതാണ് ഇത് ടെറിട്ടറി ഇൻഡസ്ട്രി. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് മറ്റുള്ള ആളിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം, ട്രാൻസ്പോർട്ടേഷൻ വേണം. വേണ്ട പൈസ, ക്യാപിറ്റൽ വേണമെങ്കിൽ അവിടെ എന്ത് വേണം, ഫിനാൻസ് വേണം. ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ച് എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുത്താതിരിക്കണമെങ്കിൽ, റിസ്ക് എലമെന്റ് ഒഴിവാക്കണമെങ്കിൽ അവിടെ ഇൻഷുറൻസ് വേണം. കൊണ്ടുപോയ സാധനങ്ങളൊന്നും നമുക്ക് കൈപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല അല്ലെ. അത് ഫൈനൽ കൺസ്യൂമർ വാങ്ങുന്നത് വരെ സൂക്ഷിക്കാനുള്ള സ്ഥലം വേണം. അതാണ് എന്ത്, വെയർഹൗസിൽ. മാത്രമല്ല ഇത്തരം പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് നാട്ടുകാർ അറിയണമെങ്കിൽ അവിടെ എന്ത് വേണം, അഡ്വർടൈസിങ് വേണം. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി നിലനിന്ന് പോവുള്ളൂ. അപ്പൊ പ്രൈമറിനെയും സെക്കൻഡറി ഇൻഡസ്ട്രീനെയും സഹായിക്കാനുള്ള ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് ടെറിട്ടറി ഇൻഡസ്ട്രി എന്നുള്ളത്. ടെറിട്ടറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് കൊമേഴ്സ്. കൊമേഴ്സിന്റെ ഒരു പാർട്ടാണ്. ഇറ്റ്സ് ഓക്സിലറീസ് ടു ട്രേഡ് ആണ്. ക്ലിയർ ആയോ എന്താണ് ടെറിട്ടറി ഇൻഡസ്ട്രി എന്നുള്ളത്? ഇവിടെ 3 ഇത് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ഓൾ സർവീസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഓക്സിലറീസ് ടു ട്രേഡ് ലൈക്ക് ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, അഡ്വർടൈസിംഗ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത്, ടെറിട്ടറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഇന്ന് പറഞ്ഞത് ഇൻഡസ്ട്രിയെയും അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ്. ദെൻ ബിസിനസിന്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് തുടങ്ങിയത്, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അതിൽ നിന്ന് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് എടുത്തത്. ഇൻഡസ്ട്രിയെ പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെറിട്ടറി ഇൻഡസ്ട്രി അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ പ്രൈമറി ഇൻഡസ്ട്രീനെ നമ്മൾ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി. ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രീനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ എന്താണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ദെൻ ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ നമ്മൾ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തു, അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, ദെൻ അതുപോലെ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ദെൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ 3ആമത്തെ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി ആണ് എന്ത്, ടെറിട്ടറി ഇൻഡസ്ട്രി. ടെറിട്ടറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കൊമേഴ്സ് ആണ്. ഇറ്റ്സ് ഓൾസോ ഓക്സിലറീസ് ടു ട്രേഡ് ആണ്, വിച്ച് ആർ ഹെൽപ്പിംഗ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആണ് അല്ലേ. പ്രൊവൈഡിങ് സർവീസസ് ആണ് അല്ലേ. എന്തൊക്കെയാണ് സർവീസ് വരുന്നത്, ട്രാൻസ്പോർട്ടേഷൻ വരാം, ഇൻഷുറൻസ് വരാം, ബാങ്കിങ് വരാം, വെയർഹൗസിംഗ് വരാം, അഡ്വർടൈസിംഗ് വരാം. ഇത്തരത്തിലുള്ള എല്ലാ സർവീസുകളും ചേർത്താണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ടെറിട്ടറി ഇൻഡസ്ട്രി എന്നുള്ള പേര് വിളിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. ഏതെങ്കിലും ഭാഗങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യുകയോ അറിയിക്കുകയോ എങ്ങനെ വേണമെങ്കിൽ വിളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ദെൻ അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് കൊമേഴ്സ് ആണ് പറയാനുള്ളത്, അത് അടുത്ത ക്ലാസ്സിലാവാം. തൽക്കാലം ഇവിടെ വരെയുള്ള കാര്യങ്ങൾ നോട്ട്സ് എഴുതി വെക്കാം, കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.